വിണ്ടുവീഴുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ബോഡിയിലുള്ള ഓവർ ഹീറ്റ് ബോഡി തന്നെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് തരുന്ന ഒരു സൈനാണ്. നമ്മുടെ ബോഡിയിൽ ചൂട് കൂടുതലാണ് എന്ന് നമ്മളോട് തന്നെ നമ്മളുടെ ബോഡി സംസാരിക്കുന്നതാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അതുകൂടാതെ പഴങ്ങളും പച്ചക്കറികളൊക്കെ നിറയെ കഴിക്കണം. അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ കയ്യിൽ എന്തായാലും ഉപ്പൂറ്റി വിണ്ട് കയറി അതെങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബേസിനിൽ വളരെ ചെറിയ ചൂടുവെള്ളത്തിൽ, ഒരു നേരിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഷാമ്പൂ ഇട്ടിട്ട് നമ്മൾ കാലതിൽ മുക്കി വെക്കുക. കുറച്ച് സമയം കാലധികം മുക്കി വെക്കുക. മുക്കി വെച്ച് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഒക്കെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഇളകി വരുന്നതായിരിക്കും. ചെറിയൊരു പ്യൂമിൻ സ്റ്റോൺ ഉപയോഗിച്ച് അതൊക്കെ റബ്ബ് ചെയ്ത് കളയുക. പിന്നെ അതിൻ്റെ മേലെ ഒരു കുറച്ച് നേരം എഫേർട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് മൊത്തം ക്ലീനായിട്ട് വളരെ സോഫ്റ്റായിട്ട് വരും. ചെറിയൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള വാസലിനോ ഒക്കെ പുരട്ടിയിട്ട് കുറച്ച് സമയം സോക്സ് ഇട്ടിട്ട് നടക്കുക. അങ്ങനെ 2-3 ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നിൽ നമ്മുടെ വാസലിനോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വെളിച്ചെണ്ണയൊക്കെ ബെഡിലാകുന്നതാണ്. വാസലിനോ അങ്ങനെയുള്ള മോയ്സ്ചറൈസറൊക്കെ പുരട്ടി കാല് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കാലിൻ്റെ സ്കിന്നിന് രക്തോട്ടം കൂടുന്ന സമയത്ത് ഇങ്ങനെ ഡെഡ് സ്കിന്ന് കൂടുതലായിട്ട് നമ്മളെ ബോഡിയിൽ ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഒന്ന് സോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാല് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ, ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ ശതാവരി എന്ന് പറഞ്ഞ ഒരു മരുന്ന് കൊണ്ടുണ്ടാക്കുന്ന ലേഹ്യം നമുക്ക് കിട്ടും. ശതാവരി ഇപ്പോൾ നെയ്യിലാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ ശതാവരി ഘൃതമെന്നും, സാധാരണ ഉണ്ടാക്കുന്ന ലേഹ്യമാണെങ്കിൽ ശതാവരി ഗുളമെന്നും പറഞ്ഞിട്ട് കിട്ടും. ആ ലേഹ്യം വാങ്ങിയിട്ട് ഓരോ സ്പൂണ് രാവിലെയും വൈകുന്നേരവും കഴിക്കുകയാണെങ്കിൽ, നോർമൽ വേറെ ഹെൽത്ത് കണ്ടീഷനൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂണ് വെച്ച് കഴിക്കുകയാണെങ്കിൽ ബോഡിയിൽ നല്ല തണുപ്പ് നമുക്ക് 2 ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മളെ ബോഡി കൂളാവുന്നത്. അതൊക്കെ നമ്മുടെ ബോഡീനെ തണുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്.